ഇത് എല്ലും തോലുമായ ദരിദ്രരാഷ്ട്രം സൊമാലിയല്ല, എന്നാൽ ഗസയാണ്. പക്ഷേ ഈ കാണുന്നതൊരു പലസ്തീനിയല്ല, പിന്നെ ആരാണ്? ആഹാരം കിട്ടാതെ എല്ലും തോലുമായ ഒരു ഇസ്രയേലി യുവാവാണ്. ഇതുപോലെയായിരിക്കും ഹമാസിൻ്റെ കയ്യിലുള്ള മറ്റ് ഇസ്രയേലി ബന്ദികളും. ഇസ്രയേലിൻ്റെ ആയുധങ്ങളുടെ കരുത്തിൽ പണക്കൊഴുപ്പിൽ മൃഷ്ടാന്ന ഭോജനം നടത്തി അത് എല്ലിൻ്റെ ഇടയിൽ കയറി പുറത്തിറങ്ങി ഗസയിലെ പാവങ്ങളോട് കരുത്ത് കാട്ടാൻ ശ്രമിച്ച ഏതെങ്കിലും ഒരു ഇസ്രയേലിയാകാം, അല്ലെങ്കിൽ ഹമാസ് അതിർത്തിയിൽ നിന്നും പിടികൂടിക്കൊണ്ടുപോയ യുവാക്കളിൽ ഒരാളാകാം. ആരായാലും അവസ്ഥ ഇപ്പോൾ അതിഭീകരമാണ്, എല്ലും തോലുമായി. കണ്ടിട്ട് കഷ്ടം തോന്നുന്നല്ലേ? ഈ ചോദ്യം ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടാണ്. കാരണം ഗാസയിലേക്കുള്ള UN ഭക്ഷണ വിതരണം വരെ തടഞ്ഞ് എലിയെ മുന്നിൽ കളിക്കാൻ കിട്ടിയ പൂച്ചയെപ്പോലെ രസിച്ചു നിൽക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന യുദ്ധവീരൻ. എത്ര കുഞ്ഞുങ്ങളെയാണ് ഗസയിൽ വകവരുത്തിയത്? ഭക്ഷണം കിട്ടാതെ സൊമാലിയയിലെ കുട്ടികളെപ്പോലെ എല്ലും തോലുമായ ഗസയിലെ കുരുന്നുകൾ ലോകത്തിൻ്റെ കണ്ണുകളിൽ നിന്നും ഒരിറ്റു കണ്ണീർ പൊടിച്ചില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. എന്തായാലും ഹമാസ് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടത്. എന്തിനാണെന്നോ, അങ്ങനെയെങ്കിലും ഗസയിലെ അവശേഷിക്കുന്ന മനുഷ്യക്കൊലങ്ങൾക്ക് UN വച്ച് നീട്ടുന്ന ആഹാരപ്പൊതികൾ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട്. ഒന്നും രണ്ടുമല്ല, 100 കണക്കിന് ആഹാരത്തിന് വേണ്ടി കാത്തുനിന്ന നിസ്സഹായരായാണ് ഇസ്രായേലി സേന ഗസയിൽ നിരത്തി നിർത്തി വെടിവെച്ച് കൊന്നത്. എന്തിനാണ് ഇപ്പോൾ ഹമാസ് ഈ വീഡിയോ പുറത്തുവിട്ടത്? UN സഹായം നൽകാമെന്ന് പറഞ്ഞിരിക്കുന്ന സംഘടനകൾ ആഹാരവുമായി എത്തുമ്പോൾ അപ്പോഴെങ്കിലും ഇസ്രായേലി സൈനികരുടെ തോക്കുകൾ നിശബ്ദമായിരിക്കാൻ. അതാണ് ഇസ്രായേലിൻ്റെ നെഞ്ചത്ത് കൊള്ളുന്ന ഈ വീഡിയോ തന്നെ ഹമാസ് ഇപ്പോൾ പുറത്തുവിട്ടത്. ഇസ്രായേലി ബന്ദികൾക്ക് പ്രത്യേക പരിഗണനയൊന്നുമില്ല, ഞങ്ങൾ കഴിക്കുന്നത് അവർക്കും കിട്ടും. ഗസ അതിർത്തികൾ പൂർണ്ണമായും തുറന്നാൽ ബന്ദികൾക്ക് ഭക്ഷണം എത്തിക്കാൻ റെഡ് ക്രോസിനെ അനുവദിക്കാമെന്നാണ് ഇപ്പോൾ അൽഖാം ബ്രിഗേഡിൻ്റെ വക്താവ് അബു ഉബൈദ് ഉറപ്പു നൽകുന്നത്. ഗസയിലെ ഇസ്രായേലി ബന്ദികൾക്ക് ഭക്ഷണം എത്തിക്കാൻ തങ്ങൾ സഹായിക്കാമെന്ന് ഹമാസ് അങ്ങോട്ട് പറയുന്നു. 50ഓളം ബന്ദികളുടെ കാര്യത്തിലാണ് ഈ ഉറപ്പ്. അപ്പോൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഗസയിലെ അവശേഷിക്കുന്ന പട്ടിണിക്കൊലങ്ങളുടെ അവസ്ഥയ്ക്ക് ആരുറപ്പ് നൽകും? ഹമാസിൻ്റെ ഉറപ്പ് സാധ്യമാകണമെങ്കിൽ ഗസ അതിർത്തികൾ ജീവകാരുണ്യ സഹായം എത്തിക്കുന്നതിന് വേണ്ടി പൂർണ്ണമായും തുറക്കണമെന്നാണ് ഇപ്പോൾ ഹമാസിൻ്റെ ആവശ്യം. സഹായ വിതരണ സമയത്ത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തണമെന്ന മറ്റൊരു നിർദ്ദേശവും ആവശ്യവും അവർ ഉന്നയിക്കുന്നുണ്ട്. സഹായം വിതരണം ചെയ്യുമ്പോൾ ഒരിക്കലും വ്യോമാക്രമണം നടത്താൻ പാടില്ലെന്നും ഹമാസ് ആവശ്യപ്പെടുന്നു. ബന്ദികൾക്ക് ഭക്ഷണം എത്തിക്കാനുള്ള റെഡ് ക്രോസിൻ്റെ അഭ്യർത്ഥനയെ ഞങ്ങൾ മാനിക്കുന്നതാണ് ഹമാസ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ അതിനു മുമ്പായി ഗസയിലെ മുഴുവൻ ജനങ്ങൾക്കും മരുന്നും ഭക്ഷണവും എത്തിക്കാനുള്ള പാതകൾ സ്ഥിരമായി തുറന്നു നൽകണം. ഏത് ബന്ദികൾക്കാണ് റെഡ് ക്രോസ് ആഹാരം എത്തിക്കുന്നത്? ഹമാസിൻ്റെ തടങ്കലിലുള്ള ഇസ്രായേലി ബന്ദികൾക്ക്. അത് അംഗീകരിക്കാമെന്നാണ് ഇപ്പോൾ ഹമാസ് പറയുന്നത്. പലസ്തീനികൾ പട്ടിണിയിലും ഉപരോധത്തിലും നരയിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ബന്ദികൾക്ക് മാത്രമായി ഒരു പരിഗണന നൽകാൻ ഞങ്ങളെ കിട്ടില്ലെന്ന് ഹമാസ് പറയുന്നു. ബന്ദികളെ മനഃപൂർവ്വം പട്ടിണി കിട്ടതല്ല, ഞങ്ങൾ ഭക്ഷിക്കുന്നത്, ഞങ്ങളുടെ ജനങ്ങൾ പോരാളികൾ ഭക്ഷിക്കുന്നത് എന്താണോ അത് അവർ കഴിക്കുന്നുണ്ടെന്ന് പറയുന്നു. നേരത്തെ ഹമാസ് തടവിലാക്കിയ ഇസ്രായേലികൾക്ക് ഭക്ഷണവും വൈദ്യസഹായവും നൽകുന്നതിന് അടിയന്തരമായി ഇടപെടണമെന്ന് റെഡ് ക്രോസിൻ്റെ ഇൻ്റർനാഷണൽ കമ്മിറ്റിയോട് ആരാവശ്യപ്പെട്ടു? ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗസയിൽ പട്ടിണി വ്യാപകമാണെന്ന ആരോപണങ്ങളെ അന്ന് ഈ നെതന്യാഹു തള്ളിക്കളയുകയും ചെയ്തിരുന്നു. പിന്നെ എന്താരോപിച്ചു? ഹമാസ് മനഃപൂർവ്വം ഇസ്രായേലി പൗരന്മാരെ, ബന്ദികളെ പട്ടിണിക്കിടുന്നു എന്നാണ്. എന്നാൽ ഈ നെതന്യാഹു പറഞ്ഞ സത്യമാണെന്ന് അത് കാട്ടാൻ തന്നെയാണ് ഇപ്പോൾ പട്ടിണി കിടന്ന് എല്ലും തോലുമായ 2 ഇസ്രായേലി ബന്ദികളുടെ ദൃശ്യങ്ങൾ ഖസാം ബ്രിഗേഡ്സും അൽ ഖുദ്സ് ബ്രിഗേഡ്സും ഇപ്പോൾ പുറത്തുവിട്ടത്. യുദ്ധം അവസാനിപ്പിച്ച് നിങ്ങൾ ഈ ബന്ദികളുടെ ജീവൻ രക്ഷിക്കണമെന്നാണ് ഇപ്പോൾ ഹമാസിൻ്റെ ആവശ്യം. അല്ലാതെ ഹമാസിന് മുന്നിലും മറ്റു പോംവഴിയില്ല. ഇതിനിടെ ഒരു മുൻ ബന്ദി അടുത്തിടെ ഹമാസ് മോചിപ്പിച്ച ഇസ്രായേലി ബന്ദി വിവരിക്കുന്നത് തങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന കൂടുകൾക്ക് പിന്നിലെ ഇരുമ്പ് മറയ്ക്കപ്പുറം UN പലസ്തീനി ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന, അയച്ചു കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ
ഹമാസ് പോരാളികൾ പിടിച്ചെടുത്തതായും അതവർ ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്നു, തങ്ങൾ ഇപ്പുറത്ത് പട്ടിണി കിടക്കുന്നു എന്നാണ്. ഇതിനൊക്കെ ഇടയാക്കിയത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ യുദ്ധതന്ത്രങ്ങൾ അല്ലാതെ മറ്റൊന്നുമല്ല. ആരോഗ്യമുള്ള കരുത്തുള്ളൊരു സൈന്യത്തിന് നേരെ വേണം ധീരന്മാർ യുദ്ധം ചെയ്യാൻ, അല്ലാതെ എല്ലും തോലുമായി പട്ടിണിക്കൊലങ്ങളായ പാവം ജനങ്ങൾക്ക് നേരെയല്ല എന്ന് ഇനിയെങ്കിലും ഈ ബെഞ്ചമിൻ നെതന്യാഹു ഒന്ന് ഓർക്കണം. അതിനാണ് ഇപ്പോൾ ഹമാസ് ഈ എല്ലും തോലുമായ ഏതാണ്ട് വളഞ്ഞുകുത്തി കിടക്കുന്ന ഇസ്രായേലി ബന്ദികളുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച